മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി സർവീസിൽ നിന്ന് വിരമിച്ച് 3 വർഷം പിന്നിട്ടിട്ടും തന്റെ സ്വകാര്യ വാഹനത്തിൽ ഔദ്യോഗിക പദവി സൂചിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ ഉപയോഗിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. വിരമിച്ച ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ചിഹ്നങ്ങളോ ബോർഡുകളോ ഉപയോഗിക്കാൻ അനുമതിയില്ലെന്നിരിക്കെ ഇത് നിയമലംഘനമാണെന്ന ആരോപണം ശക്തമാണ്. കോട്ടയം വിജിലൻസ് കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് തച്ചങ്കരിയുടെ കാറിൽ നമ്പർ പ്ലേറ്റിനോട് ചേർന്ന് 3 സ്റ്റാർ ബോർഡ് കാണപ്പെട്ടത്. സംഭവം വാർത്തയായതോടെ DGP വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചും കോട്ടയം SP-യും നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ഒരൊറ്റ ദിവസത്തെ നിയമലംഘനം മാത്രമാണെന്നാണ് കണ്ടെത്തിയത്. മറ്റ് ദിവസങ്ങളിൽ അദ്ദേഹം ഈ ചിഹ്നം ഉപയോഗിച്ചതായി തെളിവുകളില്ലെന്നാണ് റിപ്പോർട്ട്. നിയമലംഘനമാണെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത നിയമലംഘനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി തച്ചങ്കരിക്കെതിരെ കേസെടുക്കാൻ DGP നിർദ്ദേശിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസ് ആയിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. താൻ മനഃപൂർവ്വം നിയമലംഘനം നടത്തിയില്ലെന്നും 3 സ്റ്റാർ ബോർഡ് തുണി വെച്ച് മറച്ച നിലയിലായിരുന്നുവെന്നുമാണ് തച്ചങ്കരിയുടെ വിശദീകരണം. കോടതി പരിസരത്ത് വെച്ച് മറ്റാരോ കവർ മാറ്റിയപ്പോഴാണ് നക്ഷത്രങ്ങൾ പുറത്തു കണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ടോമിൻ ജെ തച്ചങ്കരിയുടെ സ്വകാര്യ വാഹനത്തിൽ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കോട്ടയം SP-യും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. നടന്നത് ഒറ്റ ദിവസത്തെ നിയമലംഘനം മാത്രമാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് DGP-ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയ ദിവസം മാത്രമാണ് കാറിൽ ഈ ചിഹ്നം പ്രത്യക്ഷപ്പെട്ടത്. മുൻപുള്ള ദിവസങ്ങളിൽ ഇത്തരം ചിഹ്നം ഉപയോഗിച്ചതായി കണ്ടെത്താനായിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തച്ചങ്കരിക്കെതിരെ ഉടൻ കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകി. ഗതാഗത നിയമലംഘനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമായിരിക്കും നടപടി. കോട്ടയം SP-യുടെ നിർദ്ദേശപ്രകാരം കോട്ടയം ഈസ്റ്റ് പോലീസ് ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നടന്നത് നിയമലംഘനമാണെങ്കിലും വളരെ ഗുരുതരമായ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് സൂചന. ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കിയായിരിക്കും പോലീസ് കേസെടുക്കുക. വിരമിച്ച ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തത് എന്നതിനേക്കാൾ വാഹനങ്ങളിലെ അനധികൃത ബോർഡ് ഉപയോഗം എന്ന നിലയിലായിരിക്കും കേസ് മുന്നോട്ട് പോവുക. കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയപ്പോഴായിരുന്നു തച്ചങ്കരിയുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിനോട് ചേർന്ന് 3 സ്റ്റാർ ബോർഡ് കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിഷയം വലിയ ചർച്ചയായതോടെ തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ടോമിൻ ജെ തച്ചങ്കരി തന്നെ നേരിട്ട് രംഗത്തെത്തി. താൻ നിയമം ലംഘിച്ചിട്ടില്ലെന്നും മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. തന്റെ സ്വകാര്യ വാഹനത്തിൽ സ്ഥാപിച്ചിരുന്ന 3 സ്റ്റാർ ബോർഡ് തുണിവെച്ച് മറച്ച നിലയിലായിരുന്നുവെന്ന് തച്ചങ്കരി വിശദീകരിച്ചു. വിരമിച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഔദ്യോഗിക ചിഹ്നം പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന ബോധ്യം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഈ ബോർഡ് പ്രദർശിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന് മുകളിൽ സ്ഥാപിച്ച ബോർഡ് പൂർണ്ണമായും കവർ ചെയ്തിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയപ്പോഴാണ് ഈ ബോർഡ് പുറത്തു കണ്ടത്. അവിടെ വെച്ച് വാഹനത്തിന്റെ ബോർഡിന് മുകളിലെ കവർ ആരോ മാറ്റിയപ്പോഴാണ് നക്ഷത്രങ്ങൾ തെളിഞ്ഞതെന്നാണ് തച്ചങ്കരിയുടെ വാദം. ഈ സമയത്താണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും തച്ചങ്കരിയുടെ ഈ വാർത്ത ഭാഗികമായി ശരിവെക്കുന്നുണ്ട്. മറ്റു ദിവസങ്ങളിൽ അദ്ദേഹം ഈ ചിഹ്നം ഉപയോഗിച്ചതായി കണ്ടെത്താനായിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ടെങ്കിലും മറച്ച നിലയിലാണെങ്കിൽ പോലും വിരമിച്ച ഉദ്യോഗസ്ഥന്റെ വാഹനത്തിൽ അത്തരമൊരു ബോർഡ് വെക്കുന്നത് തന്നെ ചട്ടവിരുദ്ധമാണെന്നാണ് പോലീസ് നിലപാട്. ടോമിൻ ജെ തച്ചങ്കരി IPS സർവീസിൽ നിന്ന് വിരമിച്ച് 3 വർഷങ്ങളാകുമ്പോഴാണ് ഇത്തരമൊരു വിവാദം ഉയരുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗ പദവിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പദവിയോടൊപ്പം ലഭിച്ച ആനുകൂല്യങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച് 3 വർഷം പിന്നിട്ടിട്ടും DGP പദവിയെ സൂചിപ്പിക്കുന്ന 3 സ്റ്റാർ ബോർഡ് സ്വകാര്യ വാഹനത്തിൽ വെച്ചത് മനഃപൂർവ്വമാണോ എന്ന സംശയം പലരും ഉയർത്തുന്നു. വിരമിച്ച IPS ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ ഇത്തരത്തിൽ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ നിയമപരമായി അനുമതിയില്ല. വിരമിച്ച ഉദ്യോഗസ്ഥർ തങ്ങളുടെ പദവി സൂചിപ്പിക്കുന്ന ബോർഡുകളോ നക്ഷത്രങ്ങളോ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് പബ്ലിക് സർവന്റ് എന്ന നിലയിലുള്ള ആൾമാറാട്ടമായോ പദവി ദുരുപയോഗം ചെയ്യുന്നതായോ കണക്കാക്കാം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നിരിക്കെ ഉയർന്ന പദവിയിലിരുന്ന ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമില്ലെന്ന് വ്യക്തമായ ചട്ടങ്ങളുണ്ട്. ബോർഡ് മറച്ച നിലയിലാണെങ്കിൽ പോലും അത് വാഹനത്തിൽ ഘടിപ്പിച്ചത് തന്നെ ചട്ടലംഘനമാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഈ സംഭവത്തിൽ നടന്നത് നിയമലംഘനമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് തച്ചങ്കരിക്കെതിരെ കേസെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ടോമിൻ തച്ചങ്കരിയുടെ വാഹനത്തിലെ ഔദ്യോഗിക ചിഹ്ന വിവാദം കേരള പോലീസിനുള്ളിൽ തന്നെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ഒറ്റ ദിവസത്തെ നിയമലംഘനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കേസുമായി മുന്നോട്ട് പോകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം.